പ്രിയപ്പെട്ടവരെ, കൊല്ലത്തിൻ്റെ കടലിൻ്റെ കരയുടെ മക്കൾക്ക് കണ്ണുനീരിൻ്റെ ദിനങ്ങളാണിപ്പോൾ. പാവനാശരവും കൊല്ലം ബീച്ചും ഒരുപക്ഷെ വീടുകൾ തകർന്നു ഈ കടലിൻ്റെ കരയുടെ മക്കളെ കടൽ വിഴുങ്ങി. കയ്യടിക്കാനുള്ള വകുപ്പ് എല്ലാം ഉണ്ട് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ പറഞ്ഞില്ല 5 ലക്ഷം രൂപ എന്നിട്ട് നിങ്ങൾ വീടെടുക്കണ്ട, വാടകയ്ക്ക് എടുക്കണ്ട. പകരം അവര് വാടകയ്ക്ക് വീടെടുത്ത് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ പോയാൽ പോലെ ഈ പൊളിഞ്ഞു പോകുന്ന വീടിന് പകരം ഈ പറയുന്നതെല്ലാം അവർ എഴുതി തരാൻ നമ്മൾ പറയണം. സെയിം പദ്ധതി പറഞ്ഞു, പക്ഷെ അവിടെ ഒന്നും കിട്ടില്ല. സെയിം ഇതാ പറഞ്ഞത്. ഈ വാടക വീട്ടിൽ പോവാന്നുള്ളൊരു കൈവക്കി മൈക്ക് 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 വാങ്ങി പോവാൻ തയ്യാറാ. 1 ലക്ഷം രൂപ 50,000 രൂപ അഡ്വാൻസ് വാങ്ങിക്കുന്നത്. 2 ബെഡ്റൂം, ഒരു ചെറിയ ഹാള്, അവർ നാളെ വാടക ഒന്ന് മിണ്ടായിരിക്കണം, സംസാരിക്കാനുള്ളൂ. നിങ്ങളൊന്ന് മിണ്ടാതിരിക്കും, ഓരോരുത്തരും സംസാരിക്കും. നമ്മൾ കാര്യം ചിരിയും തമാശയൊക്കെ കളഞ്ഞിട്ടിരിക്കണം. സീരിയസ് ആയിട്ട് കാര്യം പറയുമ്പോൾ ചിരിയും കളിയെല്ലാം മാറ്റി സീരിയസ് ആയിട്ട് തമാശ കാണിക്കാനല്ല ഇവിടെ. ദയവായി നിങ്ങൾ ലോഷി പറയുന്ന ഫുള്ള് കേട്ടിട്ട് മറുപടി പറയാം ഓരോരുത്തരും, അല്ലാതെ എല്ലാരും കിടന്ന് ചലക്കാതിരിക്കുക. ഇപ്പൊ ജോഷിയാണ് പറഞ്ഞല്ലോ 10-22 വീട് പോയെന്ന്. ആ വീട് പോയവരാദ്യം മുന്നോട്ട് പോവാ, അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിയണം. അല്ലാതെ വീട് പോവാത്തവരല്ല ആദ്യം ഇങ്ങനെ സംസാരിക്കുന്നത്. വീട് പോയവരാദ്യം മുന്നോട്ട് കൊണ്ടുപോവാ. 20 വീടുകൾ പോയില്ലേ, അവർ മുന്നോട്ട് പോയാൽ ഒരു വീട് എന്തേ പോയത്. അതുകൊണ്ട് ഞാൻ സംസാരിക്കും. എന്റെ അഭിപ്രായം ജോഷിയുടെ വാടക വീട് എടുത്തു കഴിഞ്ഞാല് ഇവര് ലാസ്റ്റ് കൈ ഒഴിയും. ഈ 10 ലക്ഷം രൂപ കിട്ടത്തില്ല. ലാസ്റ്റ് നമ്മളെ ഉള്ള കാലം മൊത്തം വാടക വീട്ടിൽ കിടക്കും. എനിക്ക് അതുകൊണ്ട് വാടക വീട് വേണ്ട. പിന്നെ ഞാൻ വസ്തു വാങ്ങിച്ചിട്ടിരിക്കുക. എനിക്ക് കിട്ടാനുള്ള പൈസ ഇങ്ങ് തന്നായിരുന്നു. എനിക്ക് ഇനി ബാക്കി 3 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ആ 3 ലക്ഷം രൂപയും കിട്ടണം. എന്റെ പ്രമാണം ഇനി മേടിച്ച് തന്നു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ട് വീട് വെച്ച് എങ്ങനെയെങ്കിലും പ്രമാണം ലോൺ വെച്ച് വീട് വെച്ചോളാം. ഇവർ ശല്യപ്പെടുത്താൻ പോകത്തില്ല. അതായത് എനിക്ക് വാടക വീട് വേണ്ട. കണ്ട ഇവിടെ നിപ്പോണ്ട് ഒരു വീട് പോയ വ്യക്തി അവരെ ഫോൺ കൊടുക്കും. എനിക്കും അത് തന്നെ അഭിപ്രായം. ഒരു വട്ടമേ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങളുടെ വസ്തു വാങ്ങി ഫൗണ്ടേഷൻ കെട്ടിയിട്ടേക്കുവാ. ഞങ്ങളുടെ കീഴിൽ പോയേക്കുന്ന എല്ലാവരുടെയും അഭിപ്രായം അത് തന്നെയാണ്. ഞങ്ങളിപ്പോ ഷെഡ് ഇത് കിട്ടാനുള്ള ആരൊക്കെ ഉണ്ട്? ഹലോ, ഞങ്ങൾക്ക് രണ്ട് വർഷമായിട്ട് അതായത് 2 വർഷമായിട്ട് ഫിഷറീസ് ഓഫീസിൽ കയറി ഇറങ്ങുക. നമുക്ക് ഫണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം നമ്മളെ പുറത്ത് ആട്ടി ഓടി ഒന്നും കിട്ടിയിട്ടില്ല. 1 ലക്ഷം പോലും കിട്ടിയിട്ടില്ല.
ഞങ്ങളൊരു വീടുമായിട്ട് എഗ്രിമെന്റ് ചെയ്തു. ആ കൊച്ചിന്റെ കല്യാണമാണ് 2 ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഇപ്പൊ അവരുടെ നമ്മൾ പറയുമ്പോഴേ ആദ്യത്തെ ഇപ്പൊ ഇവരുടെ കാര്യമല്ല, ഇപ്പൊ പൈസ ബാലൻസ് കിട്ടാനുള്ളവരുടെ കാര്യമല്ല, ഇനി പുതിയതായിട്ട് കിട്ടാനുള്ളവർക്ക് നമ്മൾ അവരോട് സംസാരിച്ച്, ഞാൻ പറയുന്നത് മൊത്തം കേട്ടിട്ട് പറയാം. നമ്മളിപ്പോ അവരുടെ സംസാരിച്ചാല് ഇപ്പൊ നമുക്ക് 10 ലക്ഷമായിട്ട് അവരെന്തായാലും തരത്തില്ല. ഈ 1.5 ലക്ഷം എന്നുള്ളതല്ലാതെ 5 ലക്ഷമായിട്ട് തരാൻ പറ്റുമോ എന്ന് ചോദിച്ച് അത് എത്ര ദിവസം എടുക്കും നമ്മളിപ്പോ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളടുത്ത് പൊതുവായിട്ട് ചോദിക്കുകയാണ്. ഇപ്പൊ 27 വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 27 വീട്ടുകാർക്ക് 3 ദിവസത്തിനകം 10 ലക്ഷം രൂപ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടോ? അത് നിങ്ങൾ മുന്നോട്ട് വന്ന് പറയുക. ലോഷി ചോദിച്ചാൽ പറയാം, 3 ദിവസത്തിനകം ഞങ്ങൾക്ക് 10 ലക്ഷം തന്നാൽ ഞങ്ങൾ മാറാന്ന്. എന്താണ് കാര്യം? ആ കാര്യം ചോദിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യും. 10 ലക്ഷം രൂപ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്രയും സമയം ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരും. ചേച്ചി, ഞാനൊരു കാര്യം കൂടെ പറയാം. എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഈ 10 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞു. അവര് പറയുന്നത് വീട് വാർക്കണമെന്നാ. പറയുന്ന ഡിമാൻഡ് ചേട്ടൻ അവിടെ പറയണം. ഡിമാൻഡ് ഒന്നുമില്ല, നമുക്ക് ഏത് വീടും എടുക്കാം. അത് അവരോട് സമ്മതിച്ചിട്ടുണ്ട്. സാമ്പത്തികമുള്ള വീട് കെട്ടും ഓടായാലും എന്തുമായാലും കെട്ടി മാറും കൂടെ പറയണം. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഈ 10 ലക്ഷം തരാത്ത പക്ഷം നിങ്ങൾ എത്ര ദിവസം വരെ സമരം ചെയ്യും? അതാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ 22 വീട് മൊത്തത്തോളം മുണ്ടയ്ക്കൽ നേതാജി മുതൽ അങ്ങ് തിരുവാതിര വരെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ രാവിലെ തൊട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായല്ലോ, എല്ലാവരും കാണുന്നുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അധികാരികളെ ശ്രദ്ധപ്പെടുത്തുക. നമ്മൾ പറയുന്നത് 10 ലക്ഷം രൂപയിൽ കുറേ ഡിമാൻഡുകൾ അവർ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എവിടെ ആയാലും ഇച്ചിരി ദൂരെ ആയാലും പോയി 3 സെൻറ്റ് ചെറിയ വീട് മേടിച്ച് താമസിക്കാം. ഡിമാൻഡുകളാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ഡിമാൻഡുകളൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവർക്കാരും എവിടെയെങ്കിലും പോയി, ഈ അമ്മയ്ക്കാണെങ്കിൽ വയ്യാത്തൊരു കാലുവേദന ഒരു മോനുണ്ട്, ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, ഇവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ഇവരാകെ ഉള്ളത് ബീച്ചിൽ എന്തെങ്കിലും ടോയ്സ് അത് കണക്കുള്ള അവർക്ക് നടന്നു പോലും വിൽക്കാൻ പറ്റത്തില്ല. അത് എവിടെയെങ്കിലും ഒരു വീൽ ചെയറുള്ള വണ്ടിക്ക് തിരുന്ന് കച്ചവടം ചെയ്യാച്ച്. അപ്പോൾ അവർക്ക് ആ ഒരു പരിധി ജോലിയും വേണം, ഈ വീട് എവിടെയെങ്കിലും അടുത്ത്, അതിനുള്ള ഒരു ഇതാണ്. ഇന്നത്തെ പ്രതിഷേധം എങ്ങനെ ഇനി നീണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്? നീണ്ടുപോകത്തില്ല. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കുന്നുണ്ട്, ഒരു ധാരണയിൽ വരും. ഇപ്പം നഷ്ടപ്പെട്ട ഒരു വീട് നഷ്ടപ്പെട്ട ഒരു ധാരണ പറഞ്ഞിട്ടുണ്ട്. ആ ധാരണയായിട്ട് ഇവിടെ ഈ ആശുപത്രി കളക്ടറോട് കാണാൻ പോയിട്ടുണ്ട്, കളക്ടറെ കാണാൻ പോയിട്ട് കണ്ടിട്ട് ഒരു 3 ദിവസമാണ് അവർ ചോദിച്ചേക്കുന്നത്. ആ 3 ദിവസത്തെ റിപ്പോർട്ട് നമുക്ക് തരും. ആ റിപ്പോർട്ടിനകത്താണ് ഇനി ഓടിട്ട വീടായിരിക്കും, ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ വീടായിരിക്കും. നമ്മളത് വാങ്ങും, നമ്മളെ പേർക്ക് രജിസ്റ്റർ ചെയ്ത് ആ പ്രമാണം സർക്കാരിൻ്റെ മുമ്പിൽ നമ്മൾ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കും. അല്ലാതെ എവര് പറയുന്നത് 10 ലക്ഷം രൂപയ്ക്ക് 500 സ്ക്വയർ ഫീറ്റ് സ്ഥലവും അതിനകത്തൊരു വാർത്ത വീടും പിന്നെ 3 ബെഡ്റൂം പിന്നെ കക്കൂസ് മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പോയിട്ട് ഒരു മറ്റാടിനെ വിളിച്ച് നിർത്തിയാൽ 1000 രൂപ ശമ്പളം കൊടുക്കണം. ഒരു മേശിരിക്ക് 1200 രൂപ ശമ്പളം. എത്ര വീടാ പോയെന്ന് പറഞ്ഞു? ഇതുവരെ പോയിട്ടുള്ളതും ഇനി പോകാനുള്ള 4 വീട് ചേർത്ത് 27 വീട് 10 ലക്ഷം രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുക്കുമെന്ന് നമ്മളിപ്പോ അവരോട് ചോദിക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ അവർ സമ്മതിച്ചെന്ന് വെച്ചോ. ഇപ്പൊ അവർ കൈ നമ്മൾ 10 ലക്ഷം രൂപ വെച്ച് കൈ മേടിച്ചെന്ന് വെച്ചോ. ബാക്കി വീട് പോയാൽ നമ്മൾ വീണ്ടും നമ്മളെ വീട് പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കൈമലത്തെ എന്ത് ചെയ്യും? ബാക്കി വീട് കൂടെ പോയി കഴിഞ്ഞാൽ കൈമലത്തെ എന്ത് ചെയ്യും? നമ്മൾ കാര്യം പറയട്ടെ, ഞാൻ പറഞ്ഞേ, നമ്മളിപ്പോ പോയ വീടുകൾ 11 വീടാ. നമ്മളെ പട്ടുമുട്ടിൽ എത്ര വീടുണ്ട്? ഞാൻ പറയുന്നത് നമുക്ക് 11 വീട് ഇതുവരെ പോയിട്ടുള്ളത്. ഇനി പോകാൻ 5ഓളം വീടുകളുണ്ട്. അപ്പൊ പറയട്ടെ, അതാ നമുക്കിപ്പോ ഞാൻ പറയുന്ന പോലെ വ്യക്തമായിട്ട് കേൾക്കണം. നിലവിൽ 11 വീടാ ഇപ്പൊ പോയിട്ടുള്ളത്. ആ 11 വീട് 7 വീട്